ഇപ്പൊ വണ്ടി തിരിച്ച പോലീസൊക്കെ ഉള്ളതാ. ഈ 3 പേരൊക്കെ കയറി പോയാ അത് പ്രശ്നമാണ്. എടാ ആ വഴിക്ക് പോലീസ് വരില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുമ്പോട്ടിരിക്കണേ. സ്റ്റാർട്ട് ചെയ്യട്ടെ. ആ അംസറ കടറ അവിടുന്ന് വടക്കോട്ടൊരു വഴിയുണ്ട്, അതേ പോയാൽ മതി. അവിടെ കേറില്ല, ഇരുന്നില്ല. പോട്ടെ. പോട്ടെ. അല്ല അവനെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ കൊള്ളൂലല്ലോ. അല്ല അത് തീരുമാനം എടുത്തിട്ടല്ല. അല്ല ഇവിടെ എടുത്തത് ഇങ്ങോട്ട് പോളി ഇറങ്ങിക്കാം. അവിടെ വർഷാപ്പ് അങ്ങോട്ട് വിട്. നിങ്ങൾ ഇറങ്ങാം. അമ്മാവ ഇവിടുന്ന് 25 മീറ്റർ പോലുള്ളല്ലേ ഉള്ളൂ. ഇതുവരെ വരാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയെന്താ? അല്ലെ നമ്മളെ 3 പേരുടെ കാണുമ്പോൾ അവൻ പേടിച്ചു പോകും. അതല്ലേ പറഞ്ഞത്. അതെ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ ഞാൻ പാർട്ടി ഓഫീസിൽ പോയിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ പോയിട്ട് വാ. എടാ നീ ഇവിടെ ഉണ്ടെങ്കിലുണ്ടല്ലേ നമ്മളെ കാണുമ്പോൾ ഒന്ന് പേടിക്കൂലേ? എന്റെ അളിയാ 3 പേര് ഒരുമിച്ച് പോയാൽ അത് അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ, അത് ശരിയാവൂല. എടാ അതൊക്കെ അന്ധവിശ്വാസമാണ്. നമ്മൾ ഇത്ര നേരം ഇപ്പൊ 3 ആളല്ലേ വന്ന്. കുഴപ്പമുണ്ടായോ? അത് കർത്താവ് തുണച്ചോണ്ട്. അല്ല പക്ഷെ അതിനകത്ത് വേറെ കാര്യമുണ്ട്. വേറെ കാരണം അമ്മാവ 3 പേര് പോകുന്ന കുഴപ്പമുണ്ടെന്ന് എല്ലാരും പറഞ്ഞു. ഞാൻ അല്ലല്ല നിങ്ങൾ എന്നെ പൊയ്ക്കോ. നിങ്ങൾ എന്റെ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. നമ്മൾ 3 പേരുടെ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നിങ്ങൾ 2 പേരുടെ പോയാൽ ഒരു കുഴപ്പമില്ല. എനിക്കറിയാലേ, എന്റെ സ്വഭാവം അറിയാലേ, വെട്ടൊന്ന് മുറി രണ്ടാണ്. നീ സൗമ്യനാണ്, നിങ്ങൾ 2 കൂടെ പോയി. അല്ലെ എനിക്ക് എപ്പോഴാണ് ദേഷ്യം എനിക്ക് ഞാൻ ചവിട്ടി ഊപ്പോടെടുത്തോനെ. കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് സംസാരിക്കാം. പ്രശ്നം പറയണെങ്കിൽ പാർട്ടി ഓഫീസിൽ ഞാനും പിള്ളേരുമായിട്ട് നേരെ ഒറ്റയ്ക്ക് പോരെ. നീ എന്നെ വിളിച്ചപ്പോ ഞാൻ പോരില്ലേ? അതിന് തല്ലാനല്ലല്ലോ പോണത്, ഞാൻ കൊടുത്ത വണ്ടി മേടിക്കാനല്ലേ. പിന്നെ എന്താ നിങ്ങൾക്ക് കൂടാന്താ? പോയിട്ട് വാളിയാ. അതെ വേണ്ട, 2 ആളും വരണ്ട. അപ്പൊ ഈ പറയുന്ന ആള് വലിയ ഗുണ്ടാന്നൊക്കെ പറഞ്ഞു. എന്റെ മുതലാണല്ലോ, എനിക്ക് ചോദിച്ചാലേ പറ്റൂ. തല്ലു കൊണ്ടാ ഞാൻ കൊണ്ടോളാം. എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ. അല്ല നീ പോ. ഞാൻ പോ. എനിക്കാണേ പോയ എന്നെ വിളിച്ചാൽ മതി. അമ്മാവിന്റെ ആവശ്യം വരുമ്പോ ഞാനേ കാണുള്ളൂ. മനസ്സിലായല്ലോ? അല്ലാണ്ട് വരുത്ത എപ്പോഴും വരുത്തും തന്നെ. മുതൽ കൊടുത്തത് പേടിക്കാനാ. മുങ്ങിയതാ. ഈ കൂട്ടറിന് എനിക്കൊരു പേടിയില്ല. കാൽ എന്താ പറ്റിയത്? ചോദിക്കേ. ഞാനൊന്ന് ബൈക്ക്, എന്റെ ബൈക്കല്ലല്ലോ. അല്ല അവൻ കുഴപ്പക്കാരനാന്ന് നീ എന്നല്ലേ പറ. ഞാൻ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ അടുത്തേക്ക് രാമഭദ്ര, എന്റെ വണ്ടി ഇതായി. അല്ല ഒരു 2 ആഴ്ച മുമ്പ് എന്റെ ഒരു വെസ്പ വണ്ടി നേരാക്കാൻ തന്നിരുന്നു. അത് പണി കഴിഞ്ഞോ? 10ന്റെ ചിറ്റടി ഞെറ. അതെങ്ങനെ നിന്റെ മുതലല്ലേ ചോദിച്ചാൽ മണ്ട അടിച്ച് പൊട്ടിക്കോ. അവനെ വെറും വൃത്തിട്ടാണ് അവൻ. രാമഭദ്ര ഒന്ന് ചോദിച്ച ഞാനൊരു വണ്ടി കൊടുന്നു തന്നിരുന്നില്ല എന്റെ വെസ്പ, അത് നേരാക്കിയോ? അല്ല നിങ്ങൾ ആ വണ്ടി ഒന്ന് കൊണ്ടുപോയെന്ന് ഷബീക്ക് പറഞ്ഞല്ലോ. ഏത് ഷബീക്ക്? ഷബീക്ക് പോരും. എന്താ രാമഭദ്ര പറഞ്ഞു? നിന്റെ വണ്ടി ഞാൻ കൊണ്ടുപോയാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമോ? ഞാൻ അത്ര കാരണമൊന്നല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ വന്ന് ശല്യപ്പെടുത്തരുത്, കൂടി പിടിപ്പത് പണിയുണ്ട്. പോ. അങ്ങനെ പറഞ്ഞങ്ങനെ നിങ്ങൾ ഒരു സ്ഥാപനം വെച്ച് നടത്തണല്ലേ. നമ്മൾ നേരൊക്കെ തന്ന വണ്ടി വിറ്റിട്ട് അത് ഞാൻ തന്നെ കൊണ്ടായി പറഞ്ഞ അതെങ്ങനെ ശരിയാവാ? സർക്കാർ ജോലി ഈ പ്രശ്നത്തിൽ ഇടപെട്ട ജോലി പോകും. നല്ല ഇടപെട്ടാലും വേണ്ടൊന്നല്ല, എനിക്കെന്റെ വണ്ടി കിട്ടണം. ആ വണ്ടി എന്താ പറയുന്നേ? വെറുതെ ഇല്ലാത്ത പറയല്ലേ. ആ ഷബീക്ക് ഇപ്പൊ വരുമെന്ന് പറഞ്ഞില്ലേ? ഷെഫിക്ക് വരും. അമ്മ അങ്ങോട്ട് വരട്ടെ. ഞാൻ പോയില്ല. ഇപ്പൊ വരും. ഒരു സമാധാനം കാണിക്കുക അമ്മ. ഇല്ലാത്ത കാര്യം പറഞ്ഞു. എന്റെ വണ്ടി ഞാൻ കൊണ്ടുപോയി എനിക്കറിയില്ലേ. എന്താ കനക നീ പറയുന്നത്? എന്റെ വണ്ടിയല്ലേ അത്? 10ന്റെ കണ്ട് ചുറ്റിൽ വെച്ചിരിക്കുക. ഇനി അത് 15 ആക്കുമോ? അതാ അവിടെ പണിയെടുക്കാൻ വേണ്ടിട്ട്. അല്ലാണ്ട് ആൾക്കിട്ട് പണിയെന്ന് എങ്ങനെ അറിയാം? ഇവരൊക്കെ പട്ടന്മാരാ. ആകത്തിരി ധൈര്യം ഉണ്ടായിരുന്നു. അവൻ അവിടെയും പോയിരുന്നു. നിങ്ങളൊക്കെ കൂട്ടിയിട്ട് വന്ന് എന്നോ ഷഫീഖ് ഇപ്പൊ വരുമല്ലോ അല്ലേ? ചേട്ടാ ഓയിൽ
അതെ ശരി, ഷെഫീഖ് ഇന്ന് വരുമോ? ഷെഫീഖല്ലേ ഇപ്പൊ ഇങ്ങോട്ട് കയറി പോയത്? എന്താ ഇവരെ വണ്ടിയുടെ കാര്യത്തിന്റെ തീരുമാനം ഉണ്ടാക്കുക. ഇതാണ് ഷെഫീഖ്. വണ്ടി ചേട്ടാ. എടാ മോനെ, ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു വെസ്പ വണ്ടി കൊടുന്നു തന്നിരുന്നില്ലേ? ആ വണ്ടി ഞാൻ കൊണ്ടുപോയോ? ഇല്ല. കണ്ടാ? പിന്നെ എന്തിനാ വെറുതെ ഇല്ലാത്തത് പറയുന്നത്? രാമോദരൻ അങ്ങനെ പറഞ്ഞത്? നമ്മൾ വണ്ടി കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയി. അത് ഈ ചേട്ടനല്ല കൊണ്ടുപോയത്, ഒരു കതറിട്ട ചേട്ടനാ വന്നെടുത്തോണ്ട് പോയത്. ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വണ്ടി ഈച്ചേന്റെ വീട്ടിലുള്ളവരെന്നാ പറഞ്ഞേ. അതെ, ഒരു വെള്ള കതറിട്ട. വെള്ളയും അതെ, വെള്ളയും മറ്റേ ചെറിയ ഒരു ചെറിയ മീശയല്ല, ഇങ്ങനെ ഒരു കണ്ണു ഉണ്ടക്കണ്ണേ. വയറുള്ള എന്തോ അത്യാവശ്യം പറഞ്ഞിട്ട് വന്ന് വണ്ടി മാച്ചോണ്ട് പോയി. വെറുതെ അല്ലാട്ടോ ആ തെണ്ടി അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. കൊണ്ടുപോയിരുന്നു. നടക്ക് അവനെ ഇങ്ങോട്ട് വന്നില്ലല്ലേ? ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇങ്ങോട്ട് നടക്ക്. അവൻ വിറ്റുണ്ടാവും. അവന് ഞാൻ നടക്ക്. അവൻ വിറ്റുണ്ടാവടാ. അവൻ അത് കാക്കറി കടയിൽ കൊണ്ട് വിറ്റുണ്ടാവും അവൻ.